ചാനൽ ബ്രോഡ്കാസ്റ്റ് മേഖലയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കുത്തക തകർന്നുകൊണ്ടിരിക്കുകയാണെന്നതാണ് തുടർച്ചയായ രണ്ടാം ആഴ്ചയും ബാർക്ക് റേറ്റിംഗിൽ 24 ഒന്നാം സ്ഥാനത്തും ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തും തുടരുന്നതിലൂടെ മനസ്സിലാകുന്നത്. പുതിയ കണക്കിൽ കഴിഞ്ഞ ആഴ്ച 150.3 പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് തുടർന്നിരുന്നു 24. പുതിയ കണക്കിൽ 5 പോയിന്റ് വർദ്ധിപ്പിച്ച് 165.8 പോയിന്റോടെയാണ് ഒന്നാം സ്ഥാനം 24 നിലനിർത്തുന്നത്. കഴിഞ്ഞ ആഴ്ച 24മായി ഏഷ്യാനെറ്റ് കേവലം 4.25 പോയിന്റുകളായിരുന്നു അന്തരമെങ്കിൽ ഇത്തവണ അത് 9 പോയിന്റ് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച 146.7 ആയിരുന്നിടത്ത് ഈ ആഴ്ച 155.1 താഴ്ന്നു. ഏറ്റവും വലിയ കുതിച്ചുചാട്ടം നടത്തിയത് റിപ്പോർട്ടർ ടിവിയാണ്. 116 പോയിന്റ് ഉണ്ടായിരുന്ന അവർക്ക് ഈ ആഴ്ച 36 പോയിന്റ് ഉയർത്താൻ കഴിഞ്ഞു. 24നും ഏഷ്യാനെറ്റിനും പിറകിൽ റിപ്പോർട്ടർ 3-ാം സ്ഥാനത്ത് തുടരുകയാണ്. മനോരമ ന്യൂസ് 4-ഉം മാതൃഭൂമി 5-ഉം കൈരളി 6-ഉം ന്യൂസ് 18 7-ഉം ജനൻ TV 8-ഉം മീഡിയ 1 9-ഉം ന്യൂസ് മലയാളം 24 പോയിന്റ് ഒന്നുമില്ലാതെ 10-ാം സ്ഥാനത്തും തുടരുകയാണ്. ദൃശ്യമാധ്യമ സംസ്കാരത്തിൽ വാർത്താധിഷ്ഠിത പരിപാടികളോടെ മലയാളികളുടെ സ്വീകരണ മുറികളിലേക്ക് 28 വർഷങ്ങൾക്ക് മുൻപ് അഥവാ 1995 സെപ്റ്റംബർ 30-ന് കടന്നു വന്ന സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. വാർത്താവതരണം കൊണ്ടും വേറിട്ട ശൈലി കൊണ്ടും പോയ കാലത്തെ അപൂർവ ഫയലുകൾ കൊണ്ടുമെല്ലാം ഏഷ്യാനെറ്റ് ന്യൂസ് മുൻപന്തിയിലായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഏഷ്യാനെറ്റ് പിറകിലാണ്. 2018 ഡിസംബറിൽ തുടക്കം കുറിച്ച 24 ചാനലിൻ്റെ പിറവി തന്നെ വലിയ വെല്ലുവിളിയും വാർത്താ മത്സരവും ഉണ്ടാക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു. അതുപോലെ തുടരുകയാണ് പുതിയ ബാർക്ക് റേറ്റിംഗ് ഫലങ്ങൾ കാണിക്കുന്നതും. പുതിയ കണക്കിൽ പക്ഷേ ആരും കഴിഞ്ഞ ആഴ്ചത്തെ അവസ്ഥയിൽ നിന്ന് താഴേക്ക് പോയത് കാണാൻ സാധ്യമല്ല. എല്ലാവരും നില മെച്ചപ്പെടുത്തിയത് തന്നെയാണ്. എന്നാൽ പരസ്പരമുള്ള കണക്കുകളിൽ 1-ാം സ്ഥാനത്തുള്ളവർ വലിയ കുതിപ്പ് തുടരുന്നതായാണ് നാം മനസ്സിലാക്കേണ്ടത്. അവതരണ ശൈലിയിലെ വ്യത്യസ്തതയും ആകർഷണീയതയും അവതാരകരുടെ പ്രസന്റേഷൻ സ്കില്ലും ജനങ്ങളോടും വിഷയങ്ങളോടുമുള്ള സമീപനങ്ങളിലെ വേഗതയും കൃത്യതയും വിവരങ്ങൾ അന്വേഷിക്കുന്നതിലെയും കണ്ടെത്തിയവ വിവരിക്കുന്നതിലെയും ഒക്കെ മിടുക്കാണ് ഓരോ ചാനലുകളെയും തിരഞ്ഞെടുക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ഓരോ ഘടകങ്ങൾ. ശരിയായ വാർത്തകൾക്ക് പ്രേക്ഷകർ ഏറെ ഉണ്ടാകും, പിന്തുണയും ഉണ്ടാകും. എന്നാൽ തെറ്റായോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ ഒരു വാർത്തയ്ക്കും പ്രേക്ഷകർ ഉണ്ടാകില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് വളരെ സീരിയസ് ആയിട്ട് വാർത്ത ഡെലിവറി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അത് പക്ഷേ ആധികാരികമാണ്. പക്ഷെ ആ സീരിയസ് വാർത്തകൾക്ക് കുടുംബ പ്രേക്ഷകരെ ഏറെ നേരം പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്ന PP ജെയിംസിനോട് ചായക്ക് എന്തായിരുന്നു ഇന്ന് കഴിക്കാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടാണ് വിഷയത്തിലേക്ക് ശ്രീകണ്ഠൻ നായർ പ്രവേശിക്കുന്നത് പോലും. ഇത് സാധാരണ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന വാർത്തയോടുള്ള സമീപനത്തിലെ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയാണ്. എന്നാൽ ഇതില്ലാതെ അതേപടി വിഷയം അവതരിപ്പിച്ചാൽ പ്രേക്ഷകർ അതൊരു സാധാരണ വാർത്തയായി കണക്കാക്കുകയും അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യും. വാർത്തകൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതാണ് ചാനൽ മത്സരകാലത്ത് ചാനലുകളെ വ്യത്യസ്തമാക്കുന്നത്. ഒപ്പം അവതാരകരുടെ വിഷയത്തിലുള്ള ഗഹനവും സാങ്കേതിക വിദ്യകളുടെ അകമ്പടിയും നിർണായക ഘടകം തന്നെ. ഇനിയുള്ള കാലത്ത് ഇന്ന് കാണുന്നതും കാണിക്കുന്നതുമായിരിക്കില്ല വാർത്താമുറികളിൽ സംഭവിക്കുക എന്നത് ഉറപ്പാണ്. അതിലേക്ക് ആദ്യം ആരാണോ കടന്നു വരിക അവരായിരിക്കും തുടർച്ചയായ 1-ാം സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുക. Waytonikah.com, the exclusive Muslim matrimonial site.